ാണെന്നാണ് പറയപ്പെടുന്നത്. ഈ മഹാഭാരതത്തിലെ ഒരു രസകരമായ കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ അർത്ഥത്തിൽ നോക്കുമ്പോൾ കുറച്ചും കൂടെ വിമർശനാത്മകമായിട്ട് നമ്മളതിനെ കാണേണ്ടി വരും. രസകരമെന്ന് പറയുന്ന വാക്ക് തന്നെ കോട്ടാൻകോട്ടിൽ പറയേണ്ടിയും വരും. അപ്പോൾ അന്ന് രാജാക്കന്മാർക്ക് പുത്രന്മാരും ഒക്കെ ഉണ്ടായില്ലെങ്കിൽ അന്നത്തെ രാജാക്കന്മാർ ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ബ്രാഹ്മണരുടെ ഋഷിവാടങ്ങളിലേക്ക് ഇവരെ കൊണ്ടുവന്നാക്കും. അപ്പോൾ അങ്ങനെ ആ നിയോഗം എന്നാണ് ആ സങ്കല്പത്തിൻ്റെ പേര്. രാജാവിന് മക്കളുണ്ടായില്ലെങ്കിൽ ഈ രാജാവ് തൻ്റെ പുരോഹിതനെ തൻ്റെ ഭാര്യയെ ഏൽപ്പിക്കും. അങ്ങനെ അവിടെ കഴിയും. അങ്ങനെ അവർക്ക് മക്കളുണ്ടാവും. ഇതിനെ നിയോഗം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഈ നിയോഗം ആധുനിക ജനാധിപത്യ സമൂഹത്തിൽ ഈ നിയോഗത്തെ എങ്ങനെ വായിക്കേണ്ടി വരും? അപ്പോൾ ഈ ആർഷ സംസ്കാരമാണ് തിരികെ വരുന്നതെങ്കിൽ ജനാധിപത്യത്തിൽ അതെങ്ങനെയാണ് നിൽക്കുക, ജനാധിപത്യ സമൂഹത്തിൽ എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആർഷ സംസ്കാരം എന്നതുകൊണ്ട് രണ്ട് ധാരകളാണ് അത് പിൻപറ്റുന്നത്. ഒന്ന്, ശ്രേണീകൃത അസമത്വ ജാതി വ്യവസ്ഥ. അപ്പോൾ ആർഷഭാരത സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് ശ്രേണീകൃത അസമത്വത്തെ ഉൾക്കൊള്ളുന്ന ജാതി വ്യവസ്ഥ, തനി ബ്രാഹ്മണ്യ വ്യവസ്ഥയാണ് ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത്. രണ്ട്, അത് പുരുഷാധിപത്യ ആൺകോയ്മ വ്യവസ്ഥയാണ് ഈ ആർഷഭാരത സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് തെളിഞ്ഞു കിട്ടുന്ന കുറേയധികം കാര്യങ്ങളുണ്ട്. അടിസ്ഥാനപരമായി ആർഷഭാരത സംസ്കാരം എന്ന് പറഞ്ഞാൽ അത് സാഹോദര്യമോ സമത്വമോ സ്വാതന്ത്ര്യമോ വ്യവസ്ഥയോ സംസ്കാരമോ അല്ല എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി അത് ബ്രാഹ്മണ പുരുഷന് മേൽക്കോയ്മ നൽകുകയും ബാക്കിയുള്ളവരെല്ലാം കീഴൊതുക്കുകയും കീഴമർത്തുകയും ചെയ്യുന്നൊരു വ്യവസ്ഥാക്രമത്തെയാണ് ആർഷഭാരത സംസ്കാരം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ടാണ് സഹോദരൻ അയ്യപ്പൻ ജാതിഭാരതം എന്ന് പറയുന്നൊരു കവിത എഴുതുന്നുണ്ട്. ആ ജാതിഭാരതം എന്ന് പറയുന്ന കവിതയിൽ അയ്യപ്പൻ പറയുന്നത്, ആർഷത്തിൻ ചവിട്ടേറ്റ് ഞെരിഞ്ഞുള്ള ജനാവലി, ആർഷത്തിൻ്റെ ചവിട്ടേറ്റ് ജനങ്ങൾ ഞെരിയുകയാണ് എന്നാണ് സഹോദരൻ അയ്യപ്പൻ പറയുന്നത്. ഈ ആർഷഭാരതത്തിൻ്റെ സംസ്കാരം തകർന്നേ കഴിയൂ എന്ന് അയ്യപ്പൻ പറയുകയും ലിക്വിഡേറ്റ് ഹിന്ദുയിസം. ഇപ്പം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ സഹചാരിയായിരുന്ന ഗെയ്ക്വാഡും സംഘവും ഒരിക്കൽ സഹോദരൻ അയ്യപ്പനെ കാണാൻ വരുന്നുണ്ട്. അപ്പോൾ സഹോദരൻ അയ്യപ്പനോട് ചോദിച്ചു, ജാതി വ്യവസ്ഥ തകർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി ഏതാണ്? സഹോദരൻ യാതൊരു സംശയത്തിനും ഇടമില്ലാതെ പറഞ്ഞു, ലിക്വിഡേറ്റ് ഹിന്ദുയിസം. ഹിന്ദുയിസം തകരണം, ഹിന്ദുയിസത്തെ സമാപ്തീകരിക്കുക, എന്നാൽ മാത്രമേ ജാതി വ്യവസ്ഥയെ തകർക്കാൻ പറ്റത്തുള്ളൂ.